ഗൈസ് നമ്മൾ ഈ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് വെങ്ങൂരുള്ള പാണിയേലിപ്പോരിലേക്കാണ്. ഇവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും, വളരെ നല്ല സ്ഥലമാണ്. ഒരു 10-30 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പം അവിടെ കണ്ടൊരു കടയിൽ കയറി. രണ്ട് ചായയും പിന്നെ അവിടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബിരിയാണിയും അങ്ങനെയുള്ള പുള്ളി ഒരു ലിസ്റ്റ് തന്നെ പറഞ്ഞു, ഒരു അരമണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ആകുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് 2 ചായയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന പൊറോട്ട. നോൺ വെജ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പൊറോട്ടയും സാമ്പാറുമാണ് നമ്മള് കഴിച്ചേ. പുള്ളി പറഞ്ഞു എഗ് ആയിട്ടുണ്ട്. എഗ് മാത്രമേ ഉള്ളൂ, കറി ആകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് കുഴപ്പമില്ല, ഒരു എഗ്ഗും കൂടി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ 2 ചായയും 2 പൊറോട്ടയും എഗ്ഗും കൂട്ടി ഞങ്ങൾ കഴിച്ചു. ഞാൻ എപ്പോഴും ഈ ഹെൽമെറ്റ് ഹെയർ ഇങ്ങനെയാണ് കേട്ടോ, ഭയങ്കര മെസ്സിയാണ്. സെറ്റാക്കാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സത്യം പറയാലോ, ആ 2 പൊറോട്ട കഴിച്ച് അത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ജീവൻ വെച്ചത്. കാരണം ഇത്ര ദൂരം ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് തന്നെ നമ്മുടെ എനർജി പോകുന്ന ഒരു പരിപാടിയാണ്. ആ പോകുന്ന കുട്ടീനെ കണ്ടോ? ആക്ച്വലി അവനാണ് കേട്ടോ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നെ. സത്യത്തിൽ ഞങ്ങൾക്ക് വഴി തെറ്റി പോയായിരുന്നു. ഈ ചിത്രശലഭത്തെയൊക്കെ അതൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ? ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച് പോകുന്ന വഴിയിൽ ഞങ്ങളുടെ വഴി തെറ്റിപ്പോയി. ആക്ച്വലി അവനാ തിരിഞ്ഞ ആ റൂട്ട് കണ്ടോ? അങ്ങോട്ടായിരുന്നു തിരിയേണ്ടത്. ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞു. പിന്നെ ആ റൂട്ടിൽ കൂടെ പോയി, അവൻ പോയ ആ റൂട്ടിൽ കൂടെ തന്നെ പോയി അവനോട് തന്നെ വഴി ചോദിച്ചു. അപ്പോഴാണ് കൃത്യമായ വഴി കിട്ടിയത്. ഈ ചിത്രശലഭമൊക്കെ എങ്ങനെയാ നിങ്ങളുടെ നാട്ടിൽ കാണാറുണ്ടോ? ആക്ച്വലി ഇല്ല കേട്ടോ. ഞങ്ങളൊക്കെ കുറെ നാള് കൂടിയാണ് ചിത്രശലഭത്തെ കാണുന്നത്. അതൊന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതാ. പക്ഷെ നമുക്ക് സത്യത്തിൽ അങ്ങനെ പലതും ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇറങ്ങിയതേ കുറച്ച് ലേറ്റ് ആയിട്ടാണ്, നല്ല ചൂടും. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും പാണിയേലിപ്പോരിൽ എത്തിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ആരോ മാർക്ക് കാണിക്കുന്നുണ്ടോ? ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ പോയി നമ്മൾ ടിക്കറ്റ് എടുക്കുക ചെയ്യേണ്ടത്. ഇത് അഡൾട്ടിന് വേറൊരു എമൗണ്ട്, കുട്ടികൾക്ക് ഇത്ര വയസ്സിൽ താഴെയുള്ളവർക്ക് വേറൊരു എമൗണ്ട്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് നമ്മുടെ പലരുടെയും സിം ഒന്നും റേഞ്ചൊന്നും ഉണ്ടായെന്നൊന്നും വരില്ല, നെറ്റൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ഇവിടുത്തെ വൈഫൈ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഞങ്ങൾ അടച്ച ബില്ല്. 2 വീലർ പാർക്ക് ചെയ്യുന്നതിന് 15 രൂപയാണ് ആയിട്ടുള്ളത്. അത് ഈ പ്ലാസ്റ്റിക് ഒക്കെ ഓ പ്ലാസ്റ്റിക് ഇടായിരിക്കാം. അതിൻ്റെ തൊണ്ട് 10 രൂപ. ചേച്ചി അപ്പൊ സ്റ്റിക്കർ കാണിച്ചാൽ തരുന്ന 10 രൂപ തിരിച്ചു തരും അല്ലേ? ഓക്കെ. ആ എൻട്രിയുടെ അവിടെ നിൽക്കുന്ന ശിശുമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാല്, നമ്മൾ ഒരുപാട് പേര് കുടിക്കാനൊക്കെ ആയിട്ടും അതുപോലെ പെപ്സി കോളയൊക്കെ വാങ്ങി കുപ്പി കൊണ്ടുപോകല്ലോ. കുടിച്ചു കഴിഞ്ഞിട്ട് ഈ കുപ്പി കാട്ടിലൊക്കെ വലിച്ചെറിയും. ശരിക്കും അത് ശരിയല്ലല്ലോ. വേസ്റ്റ് ബിൻ ഇട്ടാലും അവിടെ ഇടില്ല. സോ അതുകൊണ്ട് നമ്മളുടെ ഒരു 10 രൂപ അവിടെ അടച്ചിട്ട് നമ്മള് കുപ്പി കൊണ്ടുപോകും. തിരിച്ച് കുപ്പി കൊണ്ടുവന്നാൽ 10 രൂപ കിട്ടും. അങ്ങനെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാണിയേലിപ്പോരിലാണ്. ഇവിടെ ആക്ച്വലി ചെറിയ ഒരു എൻട്രി ഫീസ് അഡൾട്ടിന് 60 രൂപയാണ്. 12 വയസ്സ് താഴെയുള്ളവർക്ക് എത്ര? 15 രൂപ. നമുക്കപ്പോൾ 60 രൂപയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്ന ചെറിയ ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം കൂടെ പറയാനുണ്ട്, ഇവിടെ വന്ന നോ ലിക്കർ, നോ സ്മോക്കിംഗ്. ഇവിടെ പല റൂൾസും ഉണ്ട്, സ്ട്രിക്റ്റായിട്ട് പാലിക്കണം. ജീവനാശം. അതെ. ഞങ്ങൾ ഇങ്ങോട്ട് നടന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. വനനാശം, ജലനാശം, ജലനാശം, ജീവനാശം. ഞാൻ വായിക്കാം. വനനാശം, ജലനാശം, ജലനാശം, ജീവനാശം. അതിൽ കൂടുതൽ വായിച്ചു കൊടുക്കാതൊക്കെ. ഇവിടെ സ്ഥലങ്ങളൊക്കെ വിൽപ്പനയ്ക്കൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാരുടെ പ്രൈവറ്റ് ഏരിയയും ഒക്കെ ഉള്ളതാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് സ്ഥലം വാങ്ങാം, ബിസിനസ്സൊക്കെ തുടങ്ങാം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കടയിട്ടാൽ മതി. കുക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ്. ഔട്ട്സൈഡ് ഫുഡ് ഈസ് പെർമിറ്റഡ് ഓൺലി അറ്റ് വെഹിക്കിൾ പാർക്കിംഗ് ഏരിയ. അപ്പം റൂൾസ് എന്താ ചോദിച്ചില്ലാക്കി തെങ്ങ് ഓക്കെ. നമ്മൾ സാപ്പിയൻസ് അല്ലേ, നമ്മളെ കഴിഞ്ഞ് വലിയ എന്ത് കുരകല്ലേ. നമുക്ക് നോക്കാം കുരങ്ങനെ കിട്ടുമെന്ന്.
അതായത് ഉണ്ട് ഒരു വീടൊക്കെ കണ്ടോ. സോ അപ്പം പറഞ്ഞതുപോലെ നമുക്കിവിടെ സ്ഥലമൊക്കെ വിൽക്കാനുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നവർക്ക് വാങ്ങാം, എന്നിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങാം അല്ലേ അഗി? അതെ അതെ. ഇതത് കണ്ടോ, അവിടെ കുറേ ഊഞ്ഞാലുകളുണ്ട്, നിങ്ങൾക്ക് കാണാമോ? സി നമുക്കൊന്ന് ആടി നോക്കാം അല്ലേ. നല്ല സ്ട്രോങ് ആണ് കേട്ടോ അതിൻ്റെ കെട്ടൊക്കെ. അങ്ങനെ നമ്മൾ നടന്ന് ഇതെന്താണ്, ആന ഇറങ്ങുന്ന സ്ഥലത്തെത്തിയോ? നോക്കാം വല്ല ആനേനെയും കിട്ടുമെന്ന്. ഇവരിങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ വേലി കെട്ടി വെച്ചിട്ടുണ്ട്. വേലി എന്ന് പറയുമ്പോൾ വേലിയായിട്ടല്ല, ഇങ്ങനെ ഒരു വള്ളി കെട്ടി വെച്ചിട്ടുണ്ട്. അത് മറികടക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എക്സ്പെഷ്യലി ഈ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കടന്നു പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഡേഞ്ചർ ആയിട്ടുള്ള, നമുക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു നിശ്ചിത സ്ഥലമുണ്ട്. അവിടെ അവിടം വരെ പോവുക, അവർ പറയുന്ന ഏരിയ മറികടക്കാതിരിക്കുക, അതാണ് നമ്മുടെ ഒരു സുരക്ഷയ്ക്ക് നല്ലത്. പിന്നെ ആക്ച്വലി പറയുകയാണെങ്കിൽ ആകിക്ക് പനിയാണ്. പക്ഷെ കുറേ നാളായി ഇവിടെ വരണം എന്ന് പറയുന്നു. അപ്പം ആള് നമുക്ക് ഇന്ന് തന്നെ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല സെറ്റ് ആക്കായിരുന്നു കേട്ടോ. ഇതാണ് കാട്ടിലെ മഷ്റൂം. അപ്പോൾ ഇത് എന്തായാലും മാജിക് മഷ്റൂം അല്ല അല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ, മാജിക് മഷ്റൂം ഒന്നും നമ്മുടെ ഇവിടെ കിട്ടത്തൊന്നുമില്ല. പോരെ. കൊട. സോ വി ക്യാൻ ഗോ. ആ വഴി പോവാം. അതായത് അങ്ങ് അകലെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് പാണിയേരിപ്പോരിലെ ആ ഒരു ആ ആക്ച്വലി നോക്കി നടന്നില്ലെങ്കിലുണ്ടല്ലോ നിലത്ത് കിടക്കും. കഴിയും. ഇപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എന്ന് മേ ബി അഗയുടെ ഇൻസ്റ്റ മുഴുവൻ ഈ ഫോട്ടോസിൻ്റെ മേളമായിരിക്കും കേട്ടോ. എനിക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ട്, ഒരു 100 ഫോട്ടോ എടുത്താൽ അതിലൊരു 2 എണ്ണാങ്ങാനും എനിക്ക് നല്ലത് കിട്ടിയാലേ ഉള്ളൂ. എനിക്ക് ഒന്നാമത് ക്യാമറ ഫേസോ ഫോട്ടോ ഫേസോ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മെമ്മറിക്ക് പോലും ഞാൻ ഫോട്ടോ എടുക്കാറില്ല. ഗൈസ്, ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. തലയ്ക്ക് മുകളിൽ ഏറുമാടം ഉണ്ടായിട്ടും
അത് കാണാത്തൊരു വ്യക്തിയാണ് ഈ താഴെ നിൽക്കുന്നത്. എന്നിട്ട് റൂമിൽ വന്നിട്ട് കുഴപ്പം മൊത്തം എന്റെയാണ്. ആളീ വെള്ളവും ഈ പാറക്കെട്ടും നോക്കി നിന്ന്. എന്നാ ഒന്ന് തിരിഞ്ഞൊന്ന് കറങ്ങി നോക്കുക, അതില്ല. നമ്മൾ ടാൻ ആ, അത് ഒരു കാര്യം ചെയ്, കൊടയെടുക്ക്. കമോൺ ഗൈസ്, പേന് വെള്ളം വയ്യ, ഡീഹൈഡ്രേഷനും ടാനും എല്ലാം കൂടെ. ഓരോ ടാൻ ഇതുവരെ പോയിട്ടില്ല, അടുത്തിട്ടാണ് ഇവിടെ വന്ന് സീനസ്. ഓക്കെ.